PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തെക്കുറിച്ചാണ്. ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും ഒരു ചോദ്യം ഈ ഒരു പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവോ മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പോൾ നമ്മൾ മുൻപ് ഒരുപാട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പ്ലേലിസ്റ്റിൽ പോയിട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്ത കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളെല്ലാം കിട്ടും. ഇതുകൂടാതെ നമ്മൾ 4 ക്ലാസ്സുകളാണ് ടോട്ടലായിട്ട് ഒരു ദിവസം നൽകുന്നത്. ഒന്ന് കറണ്ട് അഫയേഴ്സ് കാലത്ത് 6 മണിക്ക്, പിന്നെ കാലത്ത് 10 മണിക്ക് യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും, ഉച്ചയ്ക്ക് 1 മണിക്ക് PSCയുടെ ഹോട്ട് ടോപ്പിക്സ്, രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതെ കാണുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിലോട്ട് കടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാനായിട്ട്. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കണം. ഇടയ്ക്കിടയ്ക്ക് റിവിഷനും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തെക്കുറിച്ചാണ് പറയുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന എങ്ങനെയാണ് അറിയപ്പെടുന്നത്? പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സൻസദ് ഭവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പാർലമെന്റ് ഹൗസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സൻസദ് ഭവൻ എന്ന പേരിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്നത്. അപ്പോൾ ഞാനിവിടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ചിത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ആദ്യം പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ആകൃതി എന്താണ്. ആദ്യത്തെ പരീക്ഷകളിലൊക്കെ ചോദിക്കാറുള്ളതാണ് പാർലമെന്റ് മന്ദിരത്തിൻ്റെ ആകൃതി. പണ്ട് അത് വൃത്താകൃതിയിലായിരുന്നു. ആദ്യത്തെ പഴയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ആകൃതി വൃത്താകൃതി ആയിരുന്നു. പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താകൃതിയിലാണ്. ത്രികോണാകൃതിയിലാണ് അല്ലേ? ത്രികോണാകൃതിയിലാണ് നമ്മുടെ പാർലമെന്റ് മന്ദിരം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്താണ്? ത്രികോണമാണ്. 1 മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ത്രികോണാകൃതിയാണ് പുതിയ പാർലമെന്റിന്റെ ആകൃതി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് കേട്ടോ. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന പേരിലാണ്. ഈ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് അല്ലെങ്കിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഈ ഒരു പണി അല്ലെങ്കിൽ അതിന്റെ പ്രോജക്റ്റാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് നിർമ്മാണ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്ന ഏത് കമ്പനിയാണെന്ന് ചോദിച്ചാൽ, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡ് ആണ് കേട്ടോ. ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കമ്പനി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി എന്നാണ് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത്? തറക്കല്ലിട്ടതെന്ന് പറയുന്നത് 2020 ഡിസംബർ 10-നാണ്. 2020 ഡിസംബർ 10-നാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത്. ഉദ്ഘാടനം ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ 2023 മെയ് മാസം 28-ന്. 2023 മെയ് മാസം 28-നാണ് ഉദ്ഘാടനം ചെയ്തത്. തറക്കല്ലിട്ടത് 2020 ഡിസംബർ 10-നാണ്. ഇത് രണ്ടും ചെയ്തത് ആരാ? ഉദ്ഘാടനം ചെയ്തതും തറക്കല്ലിട്ടതും ആര് തന്നെയാണ്? നരേന്ദ്രമോദി തന്നെയാണ് കേട്ടോ. മോദിയാണ്, നരേന്ദ്രമോദി തന്നെയാണ് തറക്കല്ലിട്ടതും അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്തതും. ഇനി ആരാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ചീഫ് ആർക്കിടെക്ട് അല്ലെങ്കിൽ ഇത് രൂപകൽപ്പന ചെയ്ത വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ, ആർക്കിടെക്ട് ആരെന്ന് ചോദിച്ചാൽ ബിമൽ പട്ടേലാണ് കേട്ടോ. ബിമൽ പട്ടേലാണ് ചീഫ് ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ചീഫ് ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ അതിന് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബിമൽ പട്ടേലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞു ത്രികോണാകൃതിയാണെന്ന് പറഞ്ഞു. വിസ്തീർണം എത്രയാണെന്ന് ചോദിക്കാം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്
64,500 ചതുരശ്ര മീറ്റർ ആണ് കേട്ടോ. 64,500 ചതുരശ്ര മീറ്റർ ആണ്. ചില പുസ്തകങ്ങളിൽ 65,000 എന്നും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ 64,500 ചതുരശ്ര മീറ്റർ ആണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. എത്ര നിലകളാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിനുള്ളത്? 4 നിലകൾ. എത്ര നിലകളാണുള്ളത്? 4 നിലകളാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ഉള്ളത്. പിന്നെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, നമ്മുടെ പഴയ പാർലമെന്റിന് എന്തുണ്ടായിരുന്നു? സെൻട്രൽ ഹാൾ ഉണ്ടായിരുന്നു. സെൻട്രൽ ഹാളായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ജോയിന്റ് സിറ്റിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഈ ഒരു സെൻട്രൽ ഹാളിൽ വെച്ചിട്ടായിരുന്നു. ഈ ഒരു സെൻട്രൽ ഹാൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ഇല്ല. സെൻട്രൽ ഹാൾ ഇല്ല. പിന്നെ എന്താ ഉള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളാണ് ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാവുന്നതാണ്, ഓർത്തിരിക്കുക. സെൻട്രൽ ഹാൾ എന്ന് പറയുന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തിനില്ല, പകരം കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളാണ് ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ലോക്സഭ രാജ്യസഭ ഹാളുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ലോക്സഭാ ഹാളിൻ്റെതാണ്. ലോക്സഭാ ഹാളിന്റെ ഇവിടെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം എന്ന് പറയുന്നത്, ലോക്സഭാ ഹാള് നിർമ്മിച്ചിരിക്കുന്നത് ഏത് പ്രമേയത്തിലാണ്? ലോക്സഭാ ഹാളിന്റെ പ്രമേയം നമുക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ പ്രമേയത്തിലാണ് ലോക്സഭാ ഹാള് നിർമ്മിച്ചിരിക്കുന്നത്. ലോക്സഭാ ഹാൾ ഏതാണ് പ്രമേയം? മയിലിനെ പ്രമേയമാക്കിക്കൊണ്ടാണ് ലോക്സഭാ ഹാള് നിർമ്മിച്ചിരിക്കുന്നത്. ലോക്സഭാ ഹാളിലെ സീറ്റുകളുടെ എണ്ണം എത്ര? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. ലോക്സഭാ ഹാളിലെ സീറ്റുകളുടെ എണ്ണം 888 സീറ്റുകളാണ് കേട്ടോ. 888 സീറ്റുകളാണ് ലോക്സഭാ ഹാളിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യസഭാ ഹാള്. അപ്പം രാജ്യസഭാ ഹാള് ഏതാണ് പ്രമേയം? രാജ്യസഭാ ഹാളിന്റെ പ്രമേയം എന്ന് പറയുന്നത് കണ്ടോ, ഈ റെഡ് കളറിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ദേശീയ പുഷ്പമായ താമരയെ പ്രമേയമാക്കിക്കൊണ്ടാണ് രാജ്യസഭാ ഹാള് നിർമ്മിച്ചിരിക്കുന്നത്. ലോക്സഭാ ഹാളിന്റെ പ്രമേയം മയിലാണെങ്കിൽ രാജ്യസഭാ ഹാളിന്റെ പ്രമേയം എന്താണ്? താമരയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. രാജ്യസഭാ ഹാളിൽ എത്ര സീറ്റുകളാണുള്ളത്? ലോക്സഭാ ഹാളിൽ 888 സീറ്റാണ്. രാജ്യസഭാ ഹാളിലുള്ളത് 384 സീറ്റുകളാണ് ഉള്ളത്. ഓക്കെ, രാജ്യസഭാ ഹാളിൽ എത്രയാ ഉള്ളത്? 384 സീറ്റുകളാണ് ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിൽ പുതിയതിൽ ഈ മയിലും താമരയും മാത്രമല്ല പ്രമേയമായി വരുന്നത്, ഒരാളും കൂടിയുണ്ട്. അതാണ് ആൽമരം. ആൽമരം എന്ന് പറയുന്നത് പ്രമേയമാക്കിയിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ലോഞ്ച്, ഇടനാഴികൾ ഉണ്ടല്ലോ, ഇടനാഴികൾ അല്ലെങ്കിൽ സെൻട്രൽ ലോഞ്ചിലെല്ലാം എന്താണ് പ്രമേയമാക്കിയിരിക്കുന്നത്? ആൽമരം പ്രമേയമാക്കിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അപ്പോൾ ഏതൊക്കെയാ പ്രമേയങ്ങൾ വരുന്നത്? 3 പ്രമേയങ്ങൾ വരുന്നുണ്ട്. ലോക്സഭാ ഹാളിൽ മയിൽ വരുന്നു, രാജ്യസഭാ ഹാളിൽ താമര വരുന്നു, ഇടനാഴി അല്ലെങ്കിൽ സെൻട്രൽ ലോഞ്ചിൽ ആൽമരം എന്നുള്ളതാണ് പ്രമേയമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഓർത്തിരിക്കാനുള്ള ഒരു പോയിന്റും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 75ാം വാർഷികത്തിന്റെ സൂചകമായിട്ട് 75 രൂപയുടെ കോയിൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. വൃത്താകൃതിയിലുള്ള കോയിനാണ് കേട്ടോ, വൃത്താകൃതിയിലുള്ള. ഓക്കെ, അപ്പൊ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 75ാം വാർഷികത്തിന്റെ സൂചകമായി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ പുറത്തിറക്കിയ കോയിൻ എത്രയാണ്? 75 രൂപയുടെ, 75ാം വാർഷികത്തിന്റെ സൂചകമായിട്ട് 75 രൂപയുടെ വൃത്താകൃതിയിലുള്ള കോയിനാണ് പുറത്തിറക്കിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള പണി കഴിപ്പിക്കാൻ ചെലവായ തുക ചോദിച്ചാൽ 971 കോടി രൂപയാണ് കേട്ടോ. 971 കോടി രൂപയാണ് ഈ ഒരു പുതിയ പാർലമെന്റ് മന്ദിരം പണി കഴിപ്പിക്കാനായിട്ട് ചിലവായത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇത്രയും പോയിന്റ്സേ ഉള്ളൂ നമുക്ക് പുതിയ പാർലമെന്റുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാൻ. ഇനി നമുക്ക് നമ്മുടെ പഴയ പാർലമെന്റ് മന്ദിരത്തെ കൂടെ കുറിച്ച് ഒന്ന് നോക്കണം. കാരണം പഴയ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ച് ഇപ്പം നടക്കുന്ന പരീക്ഷകളിൽ പുതിയതും പഴയതും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരുന്നത്. ഓക്കെ,
അപ്പോൾ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് വൃത്താകൃതിയാണ്. മുൻപിൽ നടന്ന പരീക്ഷകളിലൊക്കെ ഒരുപാട് ചോദിച്ചതാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി. അപ്പൊ പണ്ടത്തേത് വൃത്തമായിരുന്നു, ഇപ്പൊ നിലവിലുള്ളത് ഏതാണ്? ത്രികോണാകൃതിയാണ് അല്ലെ. അപ്പൊ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് വൃത്താകൃതിയാണ്. ഇനി എന്നാണ് പഴയ പാർലമെന്റ് മന്ദിരം തറക്കല്ലിട്ടത്? തറക്കല്ലിട്ടത് 1921 ഫെബ്രുവരി 12. 1921 ഫെബ്രുവരി 12 തറക്കല്ലിട്ടത്. ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? പഴയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1927 ജനുവരി 18. ഈ തറക്കല്ലിട്ടത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1927 ജനുവരി 18 പഴയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ലോർഡ് ഇർവിൻ ആണ് കേട്ടോ. ഇർവിൻ പ്രഭു, ലോർഡ് ഇർവിൻ ആണ് ഈ പഴയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ലോർഡ് ഇർവിൻ, ഇർവിൻ പ്രഭു ആണ്, ഇർവിൻ പ്രഭു. ഓക്കെ, ഇനി ഇത് ആരാണ് രൂപകൽപ്പന ചെയ്തത്? പഴയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് 2 വ്യക്തികൾ ചേർന്നിട്ടാണ്. ഒന്ന് എഡ്വിൻ ല്യൂട്ടൈൻസ് ചേർന്നിട്ടും അതുപോലെ ഹെർബർട്ട് ബേക്കർ ഇവർ 2 പേരും ചേർന്നിട്ടാണ് പഴയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്. എഡ്വിൻ ല്യൂട്ടൈൻസും ഹെർബർട്ട് ബേക്കറും കൂടെ ചേർന്നിട്ടാണ്. ഇനി എന്താണ് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേര്? ഇപ്പൊ നിലവിലുള്ളത് സൻസദ് ഭവനാണെന്ന് പറഞ്ഞു. പഴയ പാർലമെന്റിന്റെ പേരെന്ന് പറയുന്നത് സംവിധാൻ സദൻ എന്നായിരുന്നു കേട്ടോ. സംവിധാൻ സദൻ എന്നതാണ് പഴയ പാർലമെന്റിന്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നിലവിൽ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 75 രൂപയുടെ കോയിൻ പുറത്തിറക്കി എന്ന് പറഞ്ഞു. അതുപോലെ പഴയ പാർലമെന്റിന്റെ പണി കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഉദ്ഘാടന വേളയിൽ പുറത്തിറക്കിയത് 50 രൂപയുടെ കറൻസിയാണ്. 50 രൂപയുടെ വൃത്താകൃതിയിലുള്ള കറൻസിയാണ്. 50 രൂപയുടെ വൃത്താകൃതിയിലുള്ള കറൻസിയാണ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വിസ്തീർണം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 47,500 ചതുരശ്ര മീറ്റർ ആയിരുന്നു. പഴയ പാർലമെന്റിന്റെ വിസ്തൃതി എത്രയായിരുന്നു? 47,500 ചതുരശ്ര മീറ്റർ ആണ് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. 47,500. ഇനി എത്ര രൂപ ചെലവായി പഴയ പാർലമെന്റ് മന്ദിരം പണിയാനായിട്ട്? 83 ലക്ഷം രൂപയാണ് ചെലവായത്. എത്രയാണ്? 83 ലക്ഷം. ഇപ്പോഴത്തെ നിലവിൽ പുതിയ പാർലമെന്റിന്റെ പണി കഴിയാനോ 971 കോടി രൂപയാണ്. ഇവിടെ 83 ലക്ഷം രൂപയാണ് ചിലവായത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാർലമെന്റ് മന്ദിരം പുതിയതും പഴയതും 2 കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ഇത്രയും ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കുള്ളൂ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരെ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്